ഇന്നും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിക്കറ്റിൽ നിന്നാണ്. പോവേണ്ടത് മലപ്പുറത്തേക്കാണ്. പക്ഷെ അതിനു മുമ്പ് ഒരാളെ കൂട്ടാനുണ്ട്. വേറെ ആരെയല്ല, നമ്മുടെ കിരണിനെയാണ്. അവൻ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. അവനെയും കൂട്ടിയിട്ടാണ് ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ വെള്ളം കുടികൾ ഒന്നും രണ്ടും കുപ്പിയിലൊന്നും നിൽക്കുന്നില്ല. കോഴിക്കോട് വർക്ക് തീർത്തിട്ട് ഞങ്ങൾ നേരെ മലപ്പുറത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ചെറിയൊരു സങ്കടം ഉള്ളിലുണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെയാണ് ഞങ്ങളുടെ ഈ യാത്ര. പോകുന്ന വഴിയിൽ ചെറിയൊരു കട കണ്ടപ്പോൾ അവിടെ ഒന്ന് നിർത്തിയതാണ്. പഴയ കുറച്ച് ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിലൂടെ മിന്നി മാഞ്ഞു പോയി. ഏതാണ്ട് ഒരു 10-20 കൊല്ലം മുമ്പ് ഞങ്ങളും ഇതുപോലെ വെക്കേഷൻ സമയത്ത് ഇരുന്നിട്ടുണ്ട്. പക്ഷെ അതിൽ പകുതിയും അല്ല മുക്കാലും ഞങ്ങൾ തന്നെ തീർക്കാറാണ് പതിവ്. എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ മേടിച്ചാലായി, ബാക്കിയൊക്കെ ഞങ്ങൾ തന്നെ തിന്നാറാണ് പതിവ്. പക്ഷെ ആ നൊസ്റ്റാൾജിയ മാത്രമല്ല ഈ വെള്ളംകുടിയുടെ പിന്നിൽ നല്ല ദാഹം ഉണ്ടായിരുന്നു. ഒടുവിൽ വെള്ളംകുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ മലപ്പുറത്തേക്ക് തിരിച്ചു. മലപ്പുറത്ത് എത്തിയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഒരുമാതിരിപ്പെട്ട ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല. ആകെ തുറന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബിരിയാണി കടയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. സത്യത്തിൽ ഇന്ന് വർക്കിന് ഇറങ്ങാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ചെറിയ വിഷുവാണ്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഒട്ടും തന്നെ വാങ്ങി തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ഉച്ച വരെയൊക്കെ വർക്ക് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാമെന്നായിരുന്നു പ്ലാൻ. അതിനായിട്ട് കോഴിക്കോട് തന്നെ വർക്ക് പ്ലാനും ചെയ്തതാണ്. പക്ഷെ എല്ലാം ഇന്ന് കൊളായി. വളരെ യാദർശികമായിട്ടാണ് ഈ വർക്ക് വന്ന് വിടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് കാര്യമായിട്ട് വന്നതും. കിരൺ കാര്യമായിട്ടുള്ള സർവീസ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡോക്ടറെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസിന്റെ ഭാഗമായിട്ട് പോയി. സത്യത്തിൽ കിരണിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാനാണ് പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സമയം കളയേണ്ടതായിട്ട് വരും. അങ്ങനെ ആകുമ്പോൾ എളുപ്പം വീടെത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാനിലേക്ക് മാറിയത്. അങ്ങനെ സർവീസും സെയിൽസും ഭാഗമായിട്ടുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഞങ്ങളുടെ ലക്ഷ്യം കോഴിക്കോട് എത്തുക എന്നുള്ളതാണ്. കോഴിക്കോട് എത്തിയിട്ട് എനിക്ക് നേരെ വീട്ടിൽ പോകണമെങ്കിൽ ആദ്യം കിരണിനെ ഇറക്കി വിടണം. അതിനായിട്ട് ഞാൻ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഏതാണ്ട് ഒരു 6:30 ഞങ്ങൾ കോഴിക്കോട് തിരിച്ചെത്തി. എനിക്കിനി നേരെ വീട്ടിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഏതാണ്ട് ഒരു 1.5-2 മണിക്കൂർ യാത്ര ചെയ്താലേ പാവം കിരണിന് വീട്ടിലെത്താൻ പറ്റുള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം.